മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തെ കുറച്ചധികം ഈ 2025 എന്ന വർഷത്തിൽ മാത്രം ചോദിച്ച ചില ചോദ്യങ്ങൾ, മെയിൻസ് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും നോക്കുന്ന ഒരു ഭാഗമാണ്. ഓരോ ചോദ്യങ്ങൾ അവയുടെ വിശദീകരണങ്ങളിൽ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യമാണ് 123/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ, നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നിയമ സംഹിതയായ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ ടോപ്പിക്ക് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ അല്ലെങ്കിൽ ആമുഖം എന്ന് തന്നെ സ്പെസിഫിക് ആയി പറയുന്ന പ്രിയാമ്പിൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അപ്പൊ ചോദ്യം നമ്മൾ ആദ്യം തന്നെ ഒരു പരീക്ഷാ റൂമിൽ ഇരിക്കുന്നത് പോലെ തന്നെ വേണം ചോദ്യത്തെ സമീപിക്കാൻ. ആ സ്റ്റേറ്റ്മെന്റിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആദ്യം തന്നെ മനസ്സിൽ വേണം. മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആമുഖം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയാൻ കഴിയുന്ന ആമുഖത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ആ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. നമ്മൾ ഇങ്ങനെയാ പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രകാരം ഇന്ത്യയുടെ സ്വഭാവം, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വഭാവം പസോമ ജെറി എന്നാ പഠിക്കുക. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഡാണ്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന രാജ്യമെന്ന് ആമുഖം വ്യക്തമാക്കുന്നു. പ്രസ്താവന ശരിയാണ്, വ്യക്തമാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭരണഘടനയിൽ ആമുഖം. അതിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി മാസം 26-ാം തീയതിയാണ്. സംശയമില്ല, നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നിയമ സംഹിതയായ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് 1950 ജാനുവരി 26-ാം തീയതിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 1950 നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്ന രണ്ട് വാക്കുകളായിരുന്നു. സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ 1950 യഥാർത്ഥ ഭരണഘടനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവന കണ്ടാൽ മനസ്സിലാക്കുക, 1950 നമ്മുടെ ആമുഖത്തിൽ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലറിസം, സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതിസമത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 1950 സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ ഇല്ല. മറിച്ച് അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോ അത് നമുക്ക് ഏതാണെന്ന് പഠിക്കണം. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മുന്നോട്ട് വരുമ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആമുഖം, പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായി, അടിസ്ഥാന ഘടകമായി, ഒഴിവാക്കാനാകാത്ത ഭാഗമായി തന്നെയാണ് ആമുഖത്തെ പരാമർശിക്കുന്നത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്, അടിസ്ഥാന ഘടനയാണ്. പ്രസ്താവന ശരി. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോ ആർട്ടിക്കിൾ
368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഭരണഘടനയിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാനും പഴയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനും ഒഴിവാക്കുവാനും, അപ്പൊ അത്തരത്തിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്നാ പറയുക. ഭരണഘടനയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം, വകുപ്പ്, ആർട്ടിക്കിൾ 368 ആണ്. അതൊരു മാർക്കാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും. പ്രസ്താവന ശരിയാണ്, ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാതെ വേണം ആമുഖത്തെ ഭേദഗതി ചെയ്യുവാൻ. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. അതിൽ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന ആമുഖം പരാമർശിക്കുന്നു. പ്രസ്താവന ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്ഥിതി സമത്വം മതേതരത്വം എന്നീ വാക്കുകൾ 1950 മുതൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. അപ്പൊ 1 ശരി, 2 തെറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അവിഭാജ്യ ഘടകമാണ് ആമുഖം. പ്രസ്താവന ശരി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖത്തെ മാറ്റം വരുത്താം, ഭേദഗതി ചെയ്യാം. സോ 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഏതാ പിക്ക് ചെയ്യാൻ കഴിയുക? അതെ, കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവയാണ് ശരി എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ വിശദീകരണം, ആമുഖം എന്ന പ്രിയാമ്പിൾ എന്ന ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്ന ഭാഗമാണ്. പുതിയ SCERT ചാപ്റ്ററുകളിൽ ഉൾപ്പെടെ ഡീറ്റെയിൽഡ് ആയിട്ട്, മാത്രമല്ല നമ്മുടെ പാഠപുസ്തകത്തിൽ ആമുഖത്തെ ഒരു പാഠ്യ വിഷയമായി തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു. സോ ചോദ്യങ്ങൾ ഇനിയും വർദ്ധിക്കും. പുതിയ SCERT നമുക്ക് പഠിച്ചേ മതിയാവൂ. ചോദ്യങ്ങൾ ഒരേപോലെ ഓൾഡിൽ നിന്നും പുതിയതിൽ നിന്നും വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ആമുഖത്തിന്റെ വിശേഷണങ്ങളിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ സോൾ എന്ന് വിശേഷിപ്പിക്കാം. നമ്മൾ പറയില്ലേടാ, മനുഷ്യന് ജീവൻ ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാ? ശരീരം ഉണ്ടായാൽ മാത്രം ജീവൻ ഉണ്ടാവോ? ഇല്ല. ശരീരത്തിൽ ജീവൻ, ആത്മാവ് എന്ന് നമ്മൾ സ്പിരിറ്റ് എന്നാ പറയല്ലേ. അപ്പോ ശരീരത്തിൽ ജീവൻ എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആത്മാവാണ് ആമുഖം. ആമുഖം ആത്മാവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ്, അലങ്കാരമാണ്. ആത്മാവ്, രത്നം, അലങ്കാരം. അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോളാണ്, രത്നമാണ്, അലങ്കാരമാണ് ആമുഖം. തീർന്നില്ല, ഇനിയും എക്സാമിന് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ സാരാംശം, കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തേക്ക്, ഇത്രയും വലിയ ഈ ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്താണ് ഉള്ളത്, അതിന്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണെന്ന് ഒരൊറ്റ പേജ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ആമുഖമാണ്, സാരാംശമാണ്, സംഗ്രഹമാണ്. അപ്പൊ വിശേഷണങ്ങൾ നിങ്ങൾ പറ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്, താക്കോലാണ്, സാരാംശമാണ്, സംഗ്രഹമാണ്, രത്നമാണ്, അലങ്കാരമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്ക്. എക്സാമിന് ചോദിക്കും. ഏറ്റവും കൂടുതൽ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, കീ ടു ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ന് എക്സാമിന് ചോദിച്ചു. ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് വായിക്കുവാനുള്ള താക്കോലാണ് ആമുഖം. അതായത് നമുക്കറിയാം 1946 നിലവിൽ വന്ന ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണ്. അതിൽ 389 പേർ ഉണ്ടായിരുന്നു. പിന്നീട് 299 മാറി. എനിവേ, ആ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ആമുഖം വായിച്ചാൽ മനസ്സിലാക്കാം. അപ്പോ ആമുഖവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പറ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അലങ്കാരം, ആഭരണം, രത്നമാണ്, സാരാംശമാണ്, സംഗ്രഹമാണ്, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് വായിക്കുന്നതിനുള്ള താക്കോലാണത്. ചോദിക്കും, കീ ടു ദി മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. അടുത്ത പോയിന്റ്, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും
മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് അതിന്റെ ആമുഖത്തിലാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും ഐഡിയോളജീസ്, വാല്യൂസ് എല്ലാം ഉള്ളത് ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഉൾപ്പെടുന്നത് ആമുഖത്തിലാണ്. തീർന്നില്ല. രാജ്യം, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ, ഇന്ത്യ എന്ന രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ എക്സാമിന് ചോദിക്കും ആമുഖം, പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ആഭരണം, അലങ്കാരം, സാരാംശം, സംഗ്രഹം, രത്നം, അതുപോലെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സു വായിക്കാനുള്ള താക്കോല്, അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആമുഖത്തിലാണ്. അടുത്ത പോയിന്റ് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന ഒരു മാർക്ക്, തെറ്റിക്കേ ചെയ്യരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ, ആമുഖം എന്ന ആശയം അമേരിക്ക. നമുക്കറിയാം ഇന്ത്യ എന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില്, ഇന്ത്യ എന്ന രാജ്യം എന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. ആമുഖം അമേരിക്ക, ആമുഖം പ്രിയാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നെടുത്ത ആശയമാണ്. തെറ്റിക്കരുത്, ബേസിക് കാര്യങ്ങളാണ്, ഒരു മാർക്കാണ്. ഓക്കെ, ഇനി നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് കൂടി വന്നാൽ നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖമായി മാറിയത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്. അല്ലെങ്കിൽ ആമുഖത്തിന്റെ മുൻഗാമി എന്ന് നമുക്ക് പറയാൻ കഴിയും. പോളിസി റെസൊല്യൂഷൻ ആരവതരിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ലക്ഷ്യപ്രഖ്യാപനം, പോളിസി റെസൊല്യൂഷൻ ആണ് പിന്നീട് ആമുഖമായി, പ്രിയാമ്പിളായി മാറിയത്. അപ്പൊ കൃത്യമായി പഠിക്ക്, വെരി 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 ഇമ്പോർട്ടന്റ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് അതെ, അപ്പോ ലക്ഷ്യപ്രമേയത്തില് നെഹ്റു എന്താണ് പറഞ്ഞത് എന്ന് പാഠപുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയത്തിൽ എന്താണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. 1946 ഡിസംബർ മാസം 13-ാം തീയതി പാഠപുസ്തകത്തിലുള്ള പോയിന്റാണ് ലക്ഷ്യപ്രമേയം. ആമുഖത്തിന്റെ മുൻഗാമിയായ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, പോളിസി റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 13. 46 ഡിസംബർ 13. 1946 ഡിസംബർ 13 എഴുതി പഠിക്കുക. ഇമ്പോർട്ടന്റ്. നമുക്ക് പരിശോധിക്കാം. അങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്ത് എന്തായിരുന്നു ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീരുവാൻ. ഇങ്ങനെ ഓർക്കുക, ഇന്ത്യ സൂപ്പറാണ്, ഓർക്കുക. SPR, ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു ഇങ്ങനെയാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്: ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന്. അതായത് ഇന്ത്യ സൂപ്പറാ, SPR, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു വിശേഷിപ്പിച്ചത്. തെറ്റിപ്പോകരുത്. നിലവിൽ പസോമ ജെറി എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, മുന്നോട്ട് വരുമ്പോ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുള്ള ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് ഇന്ത്യ എന്നാൽ
ഏതാണ് ഇന്ത്യ? ഇന്നുള്ള 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള വലിപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള, ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യ അല്ല, മറിച്ച് അന്ന് ബ്രിട്ടീഷ് കാലഘട്ടമാണ്. അനവധി നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷിന് കീഴിലുള്ള പ്രവിശ്യകളുമാണ് അന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. സോ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നു ഇന്ത്യ ഒരു യൂണിയൻ ആയിരിക്കും. എങ്ങനെയുള്ള യൂണിയനാ? ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നാട്ടുരാജ്യങ്ങളും, ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു യൂണിയൻ. അപ്പോ ബ്രിട്ടീഷ് പ്രവിശ്യകൾ, ഇന്ത്യൻ യൂണിയനിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്ന് ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു അഭിപ്രായപ്പെട്ടു. മാത്രമല്ല അടുത്ത പോയിന്റ്, ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ് ഈ പറയുന്ന പോയിന്റുകളെല്ലാം. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകൾ ആയിരിക്കുകയും കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. പറഞ്ഞു വരുന്നത് നെഹ്റുവിന്റെ കാഴ്ചപ്പാടിൽ 1946 ഡിസംബർ 13 ആമുഖത്തിന്റെ മുൻഗാമിയായ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നു ഇന്ത്യ SPR ആണ്, ഇന്ത്യ സൂപ്പർ ആണ്, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. എന്നാൽ എങ്ങനെയാണ് ആ യൂണിയൻ ആകുന്നത്? ആ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകള്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നാട്ടുരാജ്യങ്ങള്, ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങളും ചേരുന്നതായിരിക്കും ഇന്ത്യൻ യൂണിയൻ. അതെങ്ങനെയായിരിക്കും? സ്വയംഭരണ അധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. അതായത് കേന്ദ്ര സർക്കാരിന് ഉള്ള പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഒഴികെയുള്ള അധികാരങ്ങൾ അവർക്കായി വീതിച്ച് നൽകിയിട്ടുണ്ടാകുമെന്ന് ആമുഖത്തിന്റെ ലക്ഷ്യപ്രമേയം എന്ന ഭാഗത്ത് പറയുകയാണ്. ഇനി സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അപ്പോ സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ആരിൽ നിന്നാ? ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. അപ്പോ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. മാത്രവുമല്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും, ആ പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് ആമുഖത്തിന്റെ മുൻഗാമിയായ ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു പറയുകയാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്ത് നൽകുന്നു? അതായത് എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പൊ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതിയും പദവിയിലും അവസരത്തിലും സമത്വവും. അപ്പോ നീതി സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ആണ്, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതിയും അതുപോലെ സമത്വം പദവിയിലും അവസരത്തിലും. അപ്പോ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരത്തിലും സമത്വം. ഇനി മാത്രമല്ല ശ്രദ്ധിക്കുക, കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി, അതായത് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾക്ക് അനുസൃതമായി പൊതുവെയുള്ള ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമായി എന്തൊക്കെ? സംസാരിക്കുവാനും ആവിഷ്കരിക്കുവാനും വിശ്വസിക്കുവാനും ആരാധിക്കുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം, ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുകയാണ് ഇന്ത്യ സൂപ്പർ ആണ്, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകള്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നാട്ടുരാജ്യങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ ചേരുന്നതായിരിക്കും ഇന്ത്യൻ യൂണിയൻ. ഇവയ്ക്ക് സ്വയംഭരണ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഒഴികെ മറ്റുള്ളവർക്കായി വീതിച്ച് നൽകുമെന്ന് പറഞ്ഞു. മാത്രവുമല്ല എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ? നീതി, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ലഭിക്കുന്നു. മാത്രവുമല്ല പദവിയിലും അവസരത്തിലും സമത്വം ഉണ്ടായിരിക്കും. അതുപോലെ ചിന്തിക്കുവാൻ, ആശയം പ്രകടിപ്പിക്കുവാൻ, വിശ്വസിക്കുവാൻ, ആരാധിക്കുവാൻ, തൊഴിൽ ചെയ്യുവാൻ, സംഘടിക്കുവാനുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പ് നൽകുന്നു. ലക്ഷ്യപ്രമേയത്തില് നെഹ്റു എന്താണ് പറഞ്ഞത് എന്ന് പാഠപുസ്തകത്തിലുള്ള ഭാഗമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, SCRT-യിൽ തന്നെ നമ്മുടെ ആമുഖം, നിലവിലുള്ള ആമുഖം, അതായത് 1950 ജാനുവരി 26 വന്ന ഭരണഘടനയിലും പിന്നീട് ഭേദഗതിയിലൂടെ വന്ന വാക്കുകളും ഉൾപ്പെടുന്ന നിലവിലെ ആമുഖം പറയുന്നത് ഇങ്ങനെയാണ്: ഭാരതത്തിലെ ജനങ്ങളായ നാം. എക്സാമിന് ചോദിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്?
ഭാരതത്തിലെ ജനങ്ങളായ നാം, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷിലാണെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്നത് ആമുഖമാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇനി ശ്രദ്ധിക്ക്, വായിച്ചു പോകാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. അപ്പോ ഇന്ത്യയെ, ഭാരതത്തിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പസോമ ജെറിയായി പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. മാത്രവുമല്ല, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എക്സാമിന് ചോദിച്ചു. സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന ആശയം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. ശ്രദ്ധിക്കാം. ഇനി ചിന്തിക്കുവാനും ആശയം പ്രകടിപ്പിക്കാനും വിശ്വസിക്കുവാനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ചിന്തിക്കുവാൻ, വിശ്വസിക്കുവാൻ, ആരാധിക്കുവാൻ മതനിഷ്ഠയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇനി സ്വാതന്ത്ര്യം മാത്രമാണോ? പദവിയിലും അവസരത്തിലും സമത്വം. അപ്പോ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയിൽ സമത്വം, പദവിയിലും അവസരത്തിലും സമത്വം. തീർന്നില്ല. അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. അപ്പൊ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ചോദിച്ചാൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം പസോമ ജെറിയാണ്. എന്നാൽ ആമുഖത്തിൽ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലക്ഷ്യം ചോദിച്ചാൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി എന്ന ആശയം അത് റഷ്യൻ വിപ്ലവമാണെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ ഫ്രാൻസിൽ നിന്നെടുത്ത ആശയങ്ങളാണെന്ന് പഠിക്കുക. അവസാന വരികളായി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 26-ാം തീയതി ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കുക, ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു വർഷം, മാസം, തീയതി, അതായത് 1949 നവംബർ മാസം 26-ാം തീയതി ഭരണഘടനയെ അംഗീകരിച്ച അതേ ഡേറ്റ്. ഓക്കെ, ക്ലിയർ ആണ്. മുന്നോട്ട് പോകുന്നു. ടെക്സ്റ്റ് ബുക്കിലെ അതേ പേജാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മളുടെ ക്വസ്റ്റ്യനിലെ ഒരു ഓപ്ഷൻ ആയിരുന്നു ആർട്ടിക്കിൾ എത്ര പ്രകാരം ഭേദഗതി? ആർട്ടിക്കിൾ 3, 6, 8 368 പ്രകാരം ആമുഖത്തിൽ ഭേദഗതി ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നാളിതുവരെ എത്ര തവണ ആമുഖത്തിൽ മാറ്റം വരുത്തി പ്രിയാമ്പിളിൽ അമെൻമെന്റ് നടന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുക, വ്യക്തമായി എഴുതുക. ഒരേ ഒരു തവണ ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് എന്ന് പഠിക്കുക. 1976 42nd അമെൻമെന്റ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന എളുപ്പമുള്ള പാഠപുസ്തകത്തിൽ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള ഒരു ഭേദഗതിയാണ് 42nd അമെൻമെന്റ്. ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറ്റ വാക്കിൽ ചോദിക്കും, ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പരാമർശിക്കുന്ന, വിളിക്കുന്ന ഭേദഗതി കൂടിയാണ് ഈ 42nd എന്നോർക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പുതിയ SCERT-യിലുള്ള ഫാക്ട് ആണെന്നുകൂടി നോക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾ ആ വർഷം നോക്കുക. 42nd 1976 ആണ്. ആ സമയത്ത് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതായത് 1976 42ാം ഭരണഘടനാ ഭേദഗതി സമയം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇനി ഈ ഭേദഗതിയിൽ വന്ന മാറ്റങ്ങളാണ് എപ്പോഴും ചോദിക്കുന്നത്. 1977
ജാനുവരി 3-ാം തീയതി 76-ലെ ഭേദഗതി 77 ജാനുവരി 3-ാം തീയതി എന്ത് ചെയ്യുന്നു? നിലവിൽ വന്നു എന്ന് പഠിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇവിടെ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് എക്സാമിന് ചോദിക്കുക. അതായത് സ്ഥിതി സമത്വം, സോഷ്യലിസം, മതേതരത്വം, സെക്കുലറിസം എന്നീ വാക്കുകൾ, അതായത് സ്ഥിതി സമത്വം, സോഷ്യലിസം, സെക്കുലറിസം, മതേതരത്വം എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതി 76. മാത്രവുമല്ല രാജ്യത്തിന്റെ ഐക്യം എന്നതിനോടൊപ്പം അഖണ്ഡത എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഷുവർ ഷോട്ട് ആണ്, സ്ഥിരം ചോദ്യമാണ്. ആമുഖം വെരി 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 ഇമ്പോർട്ടന്റ്. മുന്നോട്ടേക്ക് പോകാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുക. നാം ഭാരതത്തിലെ ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നു, അധികാരം ജനങ്ങൾക്കാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് പരമാധികാരം നൽകിയിരിക്കുന്നത്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി നമ്മൾ പഠിച്ചു, 49 നവംബർ 26 ആണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവമാണ് പസ്സോമ ജെറി എന്നും, അതുപോലെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിച്ച നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളും വരുന്നത്. ഓക്കെ, ഇനി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നും, റിപ്പബ്ലിക് എന്ന വാക്ക് ഫ്രാൻസിൽ നിന്നും തന്നെയാണ്. ലക്ഷ്യപ്രമേയത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം നമ്മൾ പഠിച്ചു. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നായിരുന്നു. എന്നാൽ 50 കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. എന്നാൽ 42-ാം ഭേദഗതിക്ക് ശേഷമാണ് പസോമ ജെറി എന്നായത്. അവസാനം ഞാൻ പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഒന്ന് വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ആമുഖത്തിന്റെ ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യ സൂപ്പറ, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്, SPR. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ എന്തേ ഉള്ളൂ? അതായത് സ്ഥിതി സമത്വം മതേതരത്വ വാക്കുകൾ ഇല്ല, പസോമ ജെറി എന്നില്ല, മറിച്ച് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിലവിൽ ചോദിച്ചാൽ പസോമ ജെറി എന്നും പഠിക്കുക. 3 വ്യത്യാസങ്ങളും എക്സാമിന് ചോദിച്ചാൽ കൃത്യമായി എഴുതാൻ കഴിയണം. അപ്പൊ ആമുഖം എന്ന ഭാഗമാണ് പറഞ്ഞത്. വളരെയധികം ചോദ്യ സാധ്യതകളുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ചോദ്യവും അതിനോടനുബന്ധിച്ച് വന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എല്ലാം ഓരോ ചോദ്യവും ഡിഫറെന്റ് ടോപ്പിക്കുകൾ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യമാണ്, ഓരോ മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. നോക്കാം. രാജിവെച്ചൊഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു. നമുക്ക് പരിശോധിക്കാം. നമ്മളെ സംബന്ധിച്ച് ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ റീസെന്റ് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്ര തലവനാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന പാർലമെന്ററി സംവിധാനമാണ്. സോ പാർലമെന്ററി സംവിധാനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്, നാമമാത്രമായ അധികാരിയായ നമ്മുടെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ഓക്കെ, അതുപോലെ തന്നെ പ്രസിഡന്റിന് താഴെ വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി എന്നൊരു പദവിയും ഉണ്ട്. അപ്പൊ നമ്മളോട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ ആ രാജിക്കത്ത് കൈമാറേണ്ടത് ആർക്കാണ് എന്നതാണ് ചോദ്യം. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ, ഉപരാഷ്ട്രപതി എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ശരിയായ ഉത്തരം, പ്രസിഡന്റ് രാജിവെച്ചാൽ ഉപരാഷ്ട്രപതിയായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് വേണം രാജി സമർപ്പിക്കാൻ. ഈ ചോദ്യത്തിന്റെ നിലവിലെ പ്രസക്തി എന്നോട് ചോദിച്ചാൽ കൃത്യമായി പഠിക്കുക. 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് നിലവിൽ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണെന്ന് നമുക്കറിയാം. എനിവേ, ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന 14ാമത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചു എന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം രാജിവെക്കുന്നു. അപ്പൊ വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നു. കാലാവധി 5 വർഷമാണല്ലോ രണ്ടുപേരുടെ. പ്രസിഡന്റിന്റെ കാലാവധി 5 ആണ്, വൈസ് പ്രസിഡന്റിന്റെ കാലാവധി 5 ആണ്. പക്ഷെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്വയമേ രാജിവെച്ചു പോയതാണ് ജഗദീപ് ധൻഖർ എന്ന 14ാമത്തെ വൈസ് പ്രസിഡന്റ്. സ്വാഭാവികമായും വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നു. ആർക്കായിരിക്കും രാജിക്കത്ത് കൊടുക്കുക? സംശയം എന്താ? പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് രാജിക്കത്ത് കൊടുക്കുന്നു. വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റിന് രാജിക്കത്ത് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലായി. 25-ല് വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നെന്ന് ഓർക്കുക.
അതിനെ പറ്റിയുള്ള കറണ്ട് അഫെയർ ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുക. ആദ്യം തന്നെ പ്രസിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്ര തലവനാണ്, ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡന്റ്, ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് പ്രസിഡന്റ്, ഇന്ത്യയുടെ ഭരണഘടനാപരനായ തലവൻ. അപ്പൊ ഓർത്തു വെക്കുക, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്ര തലവൻ, പ്രഥമ പൗരൻ, കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ, അതുപോലെ സർവ സൈന്യാധിപൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇനി റീസെന്റ് ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് കേരളത്തിൽ ശബരിമല സന്ദർശനം, മറ്റിടങ്ങളിലൊക്കെ രാഷ്ട്രപതി വന്നിരുന്നു. സോ അതുകൊണ്ടുകൂടി ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എക്സാമിന് ഈ അടുത്തും ചോദിച്ചതാണ്, തെറ്റിക്കരുത്. 15ാമത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. മാത്രമല്ല ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതി, തെറ്റിക്കുകയും ചെയ്യരുത്, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഈ ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ 2ാമത്തെ വനിതാ പ്രസിഡന്റ്, 15ാമത്തെ പ്രസിഡന്റ്, ജന്മസ്ഥലം ഒഡീഷയാണ്. എക്സാമിന് ചോദിച്ചു. ഈ പ്രസ്താവന ഈ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഈ വർഷം ചോദിച്ചതാണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണർ. അപ്പൊ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു വഹിച്ച ഔദ്യോഗിക സ്ഥാനമായിരുന്നു ജാർഖണ്ഡ് ഗവർണർ. ജാർഖണ്ഡിന്റെ ഗവർണർ. അപ്പൊ കൃത്യമായി പഠിക്ക്. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, പ്രഥമ പൗരൻ, ഭരണഘടനാ തലവൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരിയാണെന്ന് പറഞ്ഞു. നിലവിൽ 15ാമത്തെ ആള്, 2ാമത്തെ വനിത, ഒഡീഷയിൽ ജനനം, ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപദി മുർമു. ഉറപ്പ് ചോദ്യം, ശ്രദ്ധിച്ചു പഠിക്ക്. ഇനി ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, നമ്മുടെ രാജ്യത്തിന് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വകുപ്പ് പ്രീവിയസ് ചോദ്യമാണ്. ആർട്ടിക്കിൾ 5(2) 52 പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 52ാമത്തെ വകുപ്പിൽ പറയുന്നു, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ്, ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. നമുക്ക് പരിശോധിക്കാം. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇതും പ്രീവിയസ് ആണ്. 52 പറയുന്നു ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. 54 ഇലക്ഷൻ ആണ്. 54 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പറയാനുള്ള റീസൺ, ഏറ്റവും അടുത്തൊരു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ മിക്സപ്പ് ആയി പോകാൻ പാടില്ല. കൃത്യമായി ശ്രദ്ധിക്കുക. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. അതേസമയം ഇന്ത്യക്ക് ഒരു പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ഇലക്ഷനെ പറ്റി പറയുന്നത് 54 എന്ന് പഠിക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യം, വ്യത്യാസമുണ്ട്. പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാര്യം അതിൽ വോട്ട് ചെയ്യുന്നവർ വ്യത്യസ്തരാണ്. സോ എക്സാമിന് ഇത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി പഠിച്ചോളുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണെങ്കിൽ ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, ഞാനോ നിങ്ങളോ എപ്പോഴെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? ദ്രൗപദി മുർമുവിന് വേണ്ടി, രാംനാഥ് കോവിന്ദിന് വേണ്ടി, APJ അബ്ദുൽ കലാം സാറിന് വേണ്ടിയൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? വഴിയില്ല. ഞാനോ നിങ്ങളോ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരെ ഇലക്ടറൽ കോളേജ് എന്നാണ് വിളിക്കുക. ഇലക്ടറൽ കോളേജ് അതൊരു വ്യക്തിയല്ല, ഒന്നിലധികം കൂട്ടരുണ്ട്. ഇങ്ങനെ പഠിക്കുക. 54 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനാണ്. ആ പോയിന്റ് ശ്രദ്ധിക്ക്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുക ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമാണ്
പ്രസ്താവന ശരി? മുന്നോട്ട് പോകാം. കാരണം നമ്മളിപ്പോ ഏറ്റവും അടുത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം തന്നെയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ രാജിക്കത്ത് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിനാണെന്നായിരുന്നു നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ കാലാവധി 5 വർഷം. ഇനി നമ്മൾ വരുന്നത് നിലവിൽ ഇവിടെ നിന്നും ഉറപ്പായും വരുന്ന ചോദ്യം, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കും. നിങ്ങൾ ഉറപ്പിച്ചു പഠിക്കുക, നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി 15ാമത്തേത് തന്നെയാണ്. പ്രസിഡന്റും 15, വൈസ് പ്രസിഡന്റും 15 തന്നെ. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എന്ന് പഠിക്കുക. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ്. ഉപരാഷ്ട്രപതിയുടെ പേര് പറ, CP രാധാകൃഷ്ണൻ അഥവാ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന് പഠിക്കുക. അദ്ദേഹം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി. ആ പോയിന്റ് ചോദിക്കും. നിലവില് ഉപരാഷ്ട്രപതി 15ാമത്തെ ആള് CP രാധാകൃഷ്ണൻ, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണെന്ന് പഠിക്കുക. ഓക്കെ, 15ാമത്തെ ആളാണ്. ഇനി മുന്നോട്ട് വരുമ്പോ നിലവിൽ അദ്ദേഹം വഹിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനം, നിലവിൽ മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ കൃത്യമായി പഠിക്ക്, ഇന്ത്യയുടെ 15ാമത്തെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണനാണ്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി, നിലവിൽ മഹാരാഷ്ട്രയിലെ ഗവർണറായിരുന്നു. പ്രസ്താവന ഉറപ്പായും പഠിക്കുക. ഇനി നമുക്ക് നോക്കാം വ്യത്യാസം എന്താ. വൈസ് പ്രസിഡന്റിന്റെ, ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യുന്നത് ഇലക്ടറൽ കോളേജ് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കൂട്ടരല്ല, വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്ക്, ഇവിടേക്ക് വരുമ്പോ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും, ഇവിടെ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ ഇല്ല. മാത്രവുമല്ല തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്ന് സ്പെസിഫിക് ആയി പരാമർശിക്കുന്നില്ല. സോ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും എന്ന് പഠിക്കുക. വ്യക്തമായി പഠിക്ക്, ഉറപ്പാണ് ചോദ്യം. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിലവിൽ 15ാമത്തെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. അതുപോലെ നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു. അതുപോലെ ഇലക്ടറൽ കോളേജില് ലോക്സഭ രാജ്യസഭ മുഴുവൻ അംഗങ്ങളുമായിരിക്കും വോട്ട് ചെയ്യുക. പ്രസ്താവന ശരിയായി പഠിക്കുക. അടുത്ത ഇവിടുന്ന് കറണ്ട് അഫയർ ആയിട്ട് ഓർത്തു വെക്കുക. ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പില് CP രാധാകൃഷ്ണന്റെ ഈ ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ ആകെ 767 വോട്ടുകൾ രേഖപ്പെടുത്തി. സാധുവായ നോക്ക് എത്ര പേര് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ 767 വോട്ടുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ നമ്മളെ സംബന്ധിച്ച് വിജയിച്ച നിലവിലെ ഉപരാഷ്ട്രപതി CPക്ക് ലഭിച്ചത് 452 വോട്ടുകളാണ്. അപ്പോ ആകെ എത്ര വോട്ടുകൾ പോൾ ചെയ്തു? 767 വോട്ടുകൾ രേഖപ്പെടുത്തി. 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണൻ എന്ന വിജയിച്ച കാൻഡിഡേറ്റിന് കിട്ടിയത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥി ആരാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ആരാണ്? ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് 2025 പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് പഠിക്കുക. ജസ്റ്റിസ് B സുദർശന റെഡ്ഡി. ആ പേര് പഠിക്കുക. ജസ്റ്റിസ് B സുദർശന റെഡ്ഡിയാണ്. എക്സാമിന് ചോദിക്കും. പ്രതിപക്ഷ സ്ഥാനാർത്ഥി, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശന റെഡ്ഡി ആയിരുന്നു. അദ്ദേഹത്തിന് റൗണ്ട് ഫിഗർ ആണ് 300 വോട്ടുകൾ. ആകെ 300 വോട്ടുകളാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ആകെ 767 വോട്ടുകൾ രേഖപ്പെടുത്തി. 452 വോട്ടുകൾ CPക്ക് ലഭിച്ചു.
300 വോട്ടുകൾ ബി സുദർശന റെഡ്ഡി എന്ന ഓപ്പോസിറ്റ് കാൻഡിഡേറ്റിന് ലഭിച്ചപ്പോൾ 15 വോട്ടുകൾ എക്സാമിന് ചോദിക്കാം, വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. 15 വോട്ടുകൾ അസാധുവായ വോട്ടുകൾ 15, ആകെ വോട്ടുകൾ 767, 300 വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥിക്ക്, 452 വോട്ടുകൾ CPക്ക് ലഭിച്ചപ്പോ 152 വോട്ടുകളുടെ 300ഉം 452 152 വോട്ടുകളുടെ ഭൂരിപക്ഷം മെജോറിറ്റിയിലാണ്, 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത് എന്ന് പഠിക്കുക. ഇനി അപ്പൊ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. ഇതാണ് ഇതിന്റെ കാരണമായി മാറിയത്. 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുകൂടി ഓർക്കുക. അപ്പൊ ക്ലിയർ ആണ്, പ്രസിഡന്റ് രാജിവെച്ചാൽ വൈസ് പ്രസിഡന്റിനായിരിക്കും രാജി നൽകുക, വൈസ് പ്രസിഡന്റ് രാജിവെച്ചാൽ പ്രസിഡന്റിനായിരിക്കും രാജിക്കത്ത് നൽകുക. മുന്നോട്ട് പോകാം, വ്യക്തമായി പഠിക്കുക. 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം 123/2025 എന്ന അതേ ചോദ്യ പേപ്പർ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ മൗലിക കടമകൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ, കർത്തവ്യങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദ്യം പറയുന്നത്. അത് തന്നെ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യുക, ഓരോ സ്റ്റേറ്റ്മെന്റുകളായി വായിക്കുക. ഒന്നാമത്തെ ചോദ്യം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സാധുത പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26-നാണ്. ആ സമയത്ത് കടമകൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. പ്രസ്താവന ശരിയാണ്. പറയുന്നത് പോലെ 42ാം ഭേദഗതി 976-ലാണ് നമ്മുടെ ഭേദഗതിയിലൂടെയാണ് കടമകൾ എന്ന ആശയം ആഡ് ചെയ്യപ്പെട്ടത്. പ്രസ്താവന ശരിയാണ് എന്ന് പഠിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്ക്. ഈ കടമകൾ ഭരണഘടനയുടെ 5ാം ഭാഗത്തിൽ ഭാഗം 5-ൽ പരാമർശിക്കുന്നു. പ്രസ്താവന തെറ്റ് എന്ന് പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A കൂട്ടിച്ചേർക്കുകയും ഭാഗം 4A-യിലാണ് മൗലിക കടമകൾ. ഭാഗം 4A എന്ന് പഠിക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിലവിൽ അറ്റ് പ്രസന്റ്, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ നമ്മുടെ രാജ്യത്തിന്റെ മൗലിക കടമകൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമാവുന്ന, ഞാനും നിങ്ങളും രാജ്യത്തോട് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, കടമകൾ, കടപ്പാടുകളുടെ എണ്ണം 11 കടമകളാണ്. പ്രസ്താവന ശരി. അപ്പൊ 1 ശരി, 3 ശരി, 2 മാത്രമാണ് ഇവിടെ തെറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കുവാൻ കഴിയില്ല. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മൗലിക അവകാശങ്ങളെ പോലെ കോടതിയിൽ പോയി നടപ്പിലാക്കുവാനോ നേടിയെടുക്കുവാനോ കഴിയില്ല. മൗലിക കടമകൾ അവ ജസ്റ്റീഷ്യബിൾ അല്ല, ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീഷ്യബിൾ ആണ് മൗലിക കടമകൾ എന്ന് പഠിക്കുക. സോ ഇവിടെ പരാമർശിച്ച 4 പ്രസ്താവനകളിൽ 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. ഇവിടെ 1, 3, 4 എന്ന് വരുന്ന കറക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അത് ബി ഓപ്ഷൻ ആണ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 1, 3, 4 ആണ് ശരി, ഓപ്ഷൻ ബി ആണ്. മനസ്സിലാക്കുക, 2 മാത്രമാണ് ഇവിടെ തെറ്റ്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ 2025 നടന്ന ഒരുപാട് പരീക്ഷകളിൽ കടമകൾ എന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഷുവർ ഷോട്ട് ആണ്. ഒരുപാട് പരീക്ഷകളിൽ 25-ൽ മാത്രം ഒരേ പരീക്ഷ പേപ്പറിൽ തന്നെ 1-ലധികം ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. മൗലിക കടമകൾ കൃത്യമായി പഠിക്കണം. ചെറിയ ഭാഗം ഒരുപാട് മാർക്ക്. നമുക്ക് നോക്കാം. നമുക്കറിയാം, രാജ്യത്ത് ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും അല്ലാതെയും അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ
കടമകളും കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് അനുശാസിക്കുന്നു. നിങ്ങൾക്ക് അവകാശങ്ങൾ അങ്ങോട്ട് തരും, തിരിച്ച് നിങ്ങൾ കടമകൾ ഡ്യൂട്ടീസ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ കടമകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു 1950 ജാനുവരി 26 എന്തില്ല? കടമകൾ ഇല്ല എന്ന് പഠിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1975 ഏറ്റവും അവസാനം നടന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി 1975 തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, നാശനഷ്ടങ്ങളൊക്കെ കണക്കിലെടുത്ത് അന്നത്തെ ഗവൺമെന്റ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് കാലഘട്ടത്തിലാണ് രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രത്തോട് ചില ഉത്തരവാദിത്തങ്ങൾ, ചില കടമകൾ ഉണ്ടാവണം, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു ചിന്തയിലേക്ക് വരുന്നത്. അങ്ങനെ എക്സാമിന് നമ്മളോട് ചോദിക്കും, നിങ്ങൾ പഠിക്കുക. അതെ, ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 352 എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചത് 1975 ജൂൺ 25 കറണ്ട് അഫയർ കൂടിയാണ്. 50ാം വാർഷികം നാഷണൽ എമർജൻസി. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട 3 ദേശീയ അടിയന്തരാവസ്ഥകളിൽ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 975 ജൂൺ 25, അതിന്റെ 50ാമത്തെ വർഷം ആചരിച്ചത് 2025 എന്നുകൂടി ഓർത്തു വെക്കുക. പറഞ്ഞു വന്നത്, ഓക്കെ, ഈ ജൂൺ 25 നിലവിൽ കറണ്ട് അഫയർ ആയിട്ട് ഭരണഘടനാ ഹത്യാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബിട്രയൽ ഡേ, സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നൂടെ പഠിക്കുക. അങ്ങനെ നമ്മുടെ എമർജൻസിക്ക് ശേഷം ആ സമയത്ത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ എന്ന ഐഡിയ, ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റി ചോദിച്ചാൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പഠിക്കുക. അങ്ങനെ ഉൾപ്പെടുത്തുന്നത് 1976 42nd അമെന്റ്മെന്റിലാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 42ാം ഭേദഗതിയിലൂടെ 76 വന്ന 42ാം ഭേദഗതിയിലൂടെ നിലവിൽ വരുന്ന 10 കടമകളായിരുന്നു. 10 മൗലിക കടമകൾ. അന്ന് വരുന്നത് 10 കടമകളാണ്, നിലവിൽ 11 എന്ന് പഠിക്കുക. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ, വകുപ്പ് ചോദിച്ചാൽ 51A. അപ്പോ കൃത്യമായി പഠിക്കുക. 4A ഭാഗം 4A പാർട്ട് 4A ആർട്ടിക്കിൾ, വകുപ്പ്, അനുച്ഛേദം 51 ക്യാപിറ്റൽ A ആണ്. ആ 51A സ്മോൾ ലെറ്റർ A മുതൽ K വരെ 11 കടമകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ കടമകൾ 1977 ജാനുവരി 3 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ വന്നു എന്ന് പഠിക്കുക. പ്രധാനമന്ത്രിയാണ് ആ സമയത്ത് ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് ആണ്. ആ സമയത്തെ നിയമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് HR ഗോഖലെ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആ സമയത്ത് മൗലിക കടമകൾ ചേർക്കുമ്പോൾ HR ഗോഖലെയാണ് നിയമമന്ത്രി. എന്നാൽ നിലവിൽ നിങ്ങളോട് ചോദിക്കുന്നു, കറണ്ട് അഫയർ ആണ്, ഓൾറെഡി ചോദിച്ചതാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിൽ കേന്ദ്ര നിയമ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്നത് അർജുൻ റാം മേഘ്വാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്നുകൂടെ ചോദ്യം നോക്കുക. നിലവിലെ കേന്ദ്ര നിയമ നീതി വകുപ്പ് മന്ത്രിയുടെ പേര് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അർജുൻ റാം മേഘ്വാൾ എന്ന് പഠിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്കോ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. അതായത് അത് ന്യായവാദാർഹമല്ല. ഒരു കടമ നമ്മൾ നിർവഹിച്ചില്ല എന്നതിന്റെ പേരിൽ കോടതിക്ക് നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ല. അതേസമയം ആ കടമ ഒരു നിയമമാക്കി പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഈ പറയുന്ന 11 കടമകളെ പറ്റി നിയമം രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ ആ നിയമം പാലിക്കാതെ വന്നാൽ ശിക്ഷിക്കാൻ ആർക്ക് അധികാരമുണ്ട്? എടാ, നിയമത്തെ അനുസരിക്കാത്തവനല്ലേ, നിയമത്തെ ലംഘിക്കുന്നവനല്ലേ കുറ്റവാളിയാവുക. അപ്പൊ ഈ കടമകൾ നിയമമാക്കപ്പെട്ടിട്ടുള്ളവയാണ് എങ്കിൽ
ആ നിയമത്തെ എതിർക്കുന്നവൻ, പാലിക്കാത്തവൻ, അനുസരിക്കാത്തവനെതിരെ ശിക്ഷയുണ്ടാവുന്നതുമാണ്. ഓക്കെ, ആ പോയിന്റൂടെ നോക്കുക. മൗലിക കടമകൾ എന്ന ഭാഗമാണ് പറയുന്നത്. ഇന്ത്യ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം കടമെടുത്തത് USSR അഥവാ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ എന്നായിരിക്കാം ഓപ്ഷനിൽ വരിക. ഓക്കെ, അപ്പൊ കടമകൾ എന്ന ആശയം USSR നിന്നാണ് എടുത്തത്. ആ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ കടമകളേ ഇല്ല. 76 42-ാം ഭേദഗതി പ്രകാരം 10 കടമകൾ. നിലവിലെ കടമകളുടെ എണ്ണം 11 എന്ന് പഠിക്കുക. കടമകളുടെ എണ്ണം 10-ൽ നിന്നും 11 മാറ്റാൻ സഹായിച്ച ഭേദഗതി 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി, 86-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2002 പ്രകാരം APJ അബ്ദുൽ കലാം പ്രസിഡന്റ്, APJ അബ്ദുൽ കലാം രാഷ്ട്രപതി, പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. ക്ഷമിക്കുക, AB വാജ്പേയി ആണ് പ്രധാനമന്ത്രി. ആ സമയത്ത് 2002-ാം ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതിയാണെന്ന് ഓർക്കുക. വിദ്യാഭ്യാസത്തിനുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ളവരുടെ വിദ്യാഭ്യാസം അത് മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ കടമയാക്കിക്കൊണ്ട് 51A-യിൽ സ്മോൾ ലെറ്റർ K കൂട്ടിച്ചേർത്ത ഭേദഗതിയാണത്. ഓക്കെ, മുന്നോട്ട് വരുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രിയെ പറയുന്നു, പ്രസിഡന്റിനെ പറയുന്നു. ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശ കമ്മിറ്റി സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയാണ് ഉണ്ടായത്. അതായത് INC രൂപീകരിച്ച കമ്മിറ്റി ആയിരുന്നു 76-ലെ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അദ്ദേഹം നിർദ്ദേശിച്ചത് 8 കടമകളായിരുന്നു സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഓക്കെ, ആ കടമകൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നു. ഒരു ചെറിയ ടോപ്പിക്കാണ്, ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാം ആ ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. കടമകൾ ഓർക്കുക, 11 കടമകളാണ്. ആകെ 11 കടമകൾ. A മുതൽ K വരെ സ്മോൾ ലെറ്റർ ആണ്, എളുപ്പത്തിൽ പഠിക്കുക. എയിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ആദരിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ഗാനത്തെയും ആദരിക്കുക. അപ്പൊ A4 ഒന്നാമത്തെ കടമ. 11 കടമകളിൽ ഭാഗം 4A-യില് ആർട്ടിക്കിൾ 51A-യില് സ്മോൾ ലെറ്റർ A മുതൽ K വരെ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് A4 ആദരിക്കുക, അനുസരിക്കുക. A4 ആദരിക്കുക, അനുസരിക്കുക എന്ന് പഠിക്കുക. ഭരണഘടനയെ അനുസരിക്കുക, രാഷ്ട്രത്തിന്റെ ആദർശങ്ങളെയും ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ആദരിക്കുക. ആദരിക്കുക, അനുസരിക്കുക. A4 ആദരിക്കുക, അനുസരിക്കുക. B ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങളെ പിന്തുടരുക, പരിപോഷിപ്പിക്കുക. പിന്തുടരുക, പരിപോഷിപ്പിക്കുക. B4 പിന്തുടരുക, പരിപോഷിപ്പിക്കുക എന്ന് പഠിക്കുക. ഓക്കെ, മൂന്നാമത്തെ കടമയാണ്. ആദ്യത്തേത് ആദരിക്കുക, അനുസരിക്കുക എന്ന് പഠിക്കുക. B എന്ന് പറയുമ്പോൾ ആദർശങ്ങളെ പിന്തുടരുക, പരിപോഷിപ്പിക്കുക എന്ന് പഠിക്കുക. മൂന്നാമത്തേത് രാജ്യത്തെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് കടമ. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അപ്പോൾ 3C ആണ് എന്ന് ഓർക്കുക. ABCയിലും 3C ആണ്. സിയിൽ പറയുന്നത് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് ഓർക്കുക. ഐക്യവും അഖണ്ഡത എന്ന് ഓർക്കുക. ഓക്കെ, ഇനി നാലാമത്തേത് D ആണ്. D ഫോർ ദേശസേവനം. ആവശ്യപ്പെട്ടാൽ, രാഷ്ട്രം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സൈനിക സേവനത്തിലേക്ക്, ദേശസേവനത്തിന് രാജ്യം ആവശ്യപ്പെട്ടാൽ ഇറങ്ങേണ്ടതാണ്. 4 കാര്യങ്ങൾ പറഞ്ഞു. 11 ആകെയുള്ള 51A-യില് സ്മോൾ ലെറ്റർ A മുതൽ K വരെയുള്ളതിൽ A4 ആദരിക്കുക, അനുസരിക്കുക. B പറഞ്ഞു പരിപോഷിപ്പിക്കുക, പിന്തുടരുക. C ഐക്യവും അഖണ്ഡതയും. C4 സംരക്ഷിക്കുക എന്ന് പഠിക്കുക. D4 ഡിഫൻസ് അല്ലെങ്കിൽ ദേശസേവനം. ആവശ്യപ്പെട്ടാൽ ദേശസേവനത്തിന് ഇറങ്ങുക. D4 ഡിഫൻസ് എന്ന് പഠിക്കുക. മുന്നോട്ട് പോകുന്നു. ഇനി E ആണ്. ഈ എക്സാമിന് ചോദിച്ചതാണ്. E എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് പഠിക്കുക. സ്ത്രീ എന്ന് പഠിക്കുക. മതം, ഭാഷ, പ്രദേശം, വർഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. അവിടെ ഫ്രറ്റേണിറ്റി എന്നോ ഹാർമണി എന്നോ ഓർക്കാം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് എക്സാമിന് അവിടെ ചോദിച്ചത്, സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. അപ്പോ
കടമകളിൽ ഇയിൽ പറയുന്നു എന്താണ്? ഹാർമണി അല്ലെങ്കിൽ സൗഹാർദ്ദമുണ്ടല്ലോ, ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ഓർക്കുക, ജനങ്ങൾക്കിടയിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പോകുന്നതിനെ പ്രൊമോട്ട് ചെയ്യുക. ഹാർമണി ഇ എന്ന് ഓർക്കുക. സ്ത്രീകളോട് മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. 51 എയിൽ സ്മോൾ ലെറ്റർ ഇ എന്ന് പഠിക്കുക. ഓക്കെ, ഇനി എഫ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ എഫ് ഫാദറിനെ ഓർക്കുക, പിതാവ്, പൈതൃകത്തെ ഓർക്കുക. എഫിൽ പറയുന്ന ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. അപ്പൊ എഫിൽ പറയുന്നത് പൈതൃകമാണ്. പൈതൃകത്തെ, ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. എഫിൽ ഫാദറിനെ ഓർക്കുക, പൈതൃകം കണക്ട് ചെയ്യുക, പിതാവ് പൈതൃകം ഓർക്കുക. എഫിൽ പറയുന്നു രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിന്റെ പൈതൃകത്തെ ബഹുമാനിക്കുക. ഓക്കെ, ഇനി ജി പഠിക്കാൻ എളുപ്പമാണ്. ജി ഫോർ ഗ്രീൻ ആണ്, ഗ്രീനറി. ജി ഫോർ ഗ്രീൻ ഓർക്കുക, പച്ചപ്പ് ഓർക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക. അപ്പൊ ജി ഫോർ ഗ്രീനറി, പച്ചപ്പ്. ജിയിൽ പറയുന്നത് പരിസ്ഥിതി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് ജി പരാമർശിക്കുന്നത്. തെറ്റിക്കുകയും ചെയ്യരുത്. ജി ഫോർ ഗ്രീന് വനം, വന്യജീവി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണമാണെന്ന് ഓർക്കുക. ഇനി എച്ച് ആണ് പരാമർശിക്കുന്നത്. എച്ചിൽ പറയുന്നത് ഹൈ ലെവൽ തിങ്കിങ് എന്ന് ഓർക്കുക. എച്ച് ഹൈടെക് തിങ്കിങ് എന്നോ ഹൈ ലെവൽ തിങ്കിങ് ആണ് പറയുന്നത്. എച്ചിൽ പറയുന്നത് ഉയർന്ന ചിന്താഗതി അഥവാ ശാസ്ത്രീയമായ മനോഭാവം, അന്വേഷണാത്മകമായി കാര്യങ്ങളെ കാണുക. നമ്മൾ അത്യാവശ്യം ലോജിക്കുള്ള റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയാണ് രാജ്യത്തിന് ആവശ്യമെന്നാണ് പറയുന്നത്. അതായത് ഹൈ ലെവൽ തിങ്കിങ്. എച്ചിൽ പറയുന്നത് നല്ല മാനവികതയുള്ള, ഹ്യൂമാനിറ്റി ഉള്ള, ഹൈ ലെവൽ തിങ്ക് ചെയ്യുന്ന, അന്വേഷണാത്മകതയുള്ള ആളുകളെയാണ് രാജ്യം ഉയർത്തിക്കൊണ്ടുവരിക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. അപ്പൊ എച്ചിൽ എന്തൊക്കെ പറയാം? ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയ മനോഭാവം, അന്വേഷണാത്മകത, ഹ്യൂമാനിറ്റി, മാനവികത. എച്ച് ആണ് പറഞ്ഞത്. ഇനി ഐ എന്ന് പഠിക്കുക. ഐ എന്ന് പറയുമ്പോൾ ഞാൻ എന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ എന്റേതെന്ന് നിങ്ങൾക്ക് ഓർക്കാം. ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വസ്തുക്കളെയും, പൊതു സ്വത്തുക്കൾ, ആ പൊതു മുതല് എന്റേതാണെന്ന് കൂടി ചിന്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുക. പൊതുമുതൽ സംരക്ഷിക്കുക, പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഇപ്പൊ ഏതാണ് ആർട്ടിക്കിള്? ഐയിൽ പറയുന്നു. എന്താ പറയുന്നത്? പൊതുമുതല് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ചു. ഡി ഫോർ ദേശസേവനം, ഇ ആണെങ്കിൽ ഹാർമണി, സ്ത്രീ എന്ന് പറഞ്ഞു. എഫ് പൈതൃകമാണ്, ജി പരിസ്ഥിതിയാണ്, എച്ച് ഹൈ ലെവൽ തിങ്കിങ്, ഹ്യൂമാനിറ്റിയും ഉണ്ട്. അതുപോലെ ഐയിൽ പറയുന്നു പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. അടുത്തതിലേക്ക് വാ. ജെ നിങ്ങൾ ജോഗിങ് എന്ന് ഓർക്കുക. രാജ്യത്തിന്റെ ഒരു ഓട്ടം ഉണ്ടല്ലേ, രാജ്യം മുന്നോട്ട് ഓടുകയാണ്, രാജ്യത്തിന്റെ വളർച്ചയുടെ ഓട്ടമാണ്. ആ ജോഗിങ്ങിൽ കരുത്തു പകരാൻ, അതിന്റെ ഭാഗമാവാൻ എനിക്കും നിങ്ങൾക്കും ആ മുന്നേറ്റത്തിൽ സഹായിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. അപ്പോ ജോഗിങ് എന്ന് ഓർക്കുക, രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ സഹായിക്കുക. അവസാനത്തേത് കെ ആണ്, 11ാമത്തേതാണ് 86ാം ഭേദഗതി 2002 വന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ളവരുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ കടമയാണ് എന്നതാണ്. അപ്പൊ എ മുതൽ കെ വരെ എളുപ്പത്തിൽ പറഞ്ഞുപോയി, വ്യക്തമായി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടോപ്പിക്കിലെ തന്നെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ